ഹലോ എവരി വൺ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മാക്സിമൽ ഐഡിയൽസിനെ പറ്റിയായിരുന്നു. ഈ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെഡൻ എന്ന ഗ്രൂപ്പ് കൊണ്ടാണ്. ഈ സെഡൻ എന്ന ഗ്രൂപ്പ് ഒരു ഫീൽഡാണോ അല്ലയോ എന്നാണ് നമ്മൾ ആദ്യം ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം ഒരു സെഡൻ ഒരു ഫീൽഡ് ആവാനുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിങ് ഒരു ഫീൽഡ് ആവാനുള്ള കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. ദ ഫസ്റ്റ് വൺ, ആ റിങ് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിങ് വിത്ത് യൂണിറ്റി ആയിരിക്കണം. കൂടാതെ ആ റിങ്ങിനകത്തുള്ള ഏതൊരു നോട്ട് സീറോ എലമെൻറ്റ് എടുത്താലും ആ നോട്ട് സീറോ എലമെൻറ്റ്സിനൊക്കെ മൾട്ടിപ്ലിക്കേറ്റീവ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ റിങ്ങിനെ നമുക്കൊരു ഫീൽഡാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ സെഡിനെ എന്ന് പറയുന്നത് ഈ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ നോക്കുകയാണ്. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ സെഡൻ എന്ന് പറയുന്നത് ഒരു ഫീൽഡാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിനു വേണ്ടി ഞാൻ ആദ്യം സെഡനിലെ എലമെൻറ്റ്സിൻ്റെ ഒരു സ്ട്രക്ചറാണ് ഇവിടെ വരച്ചേക്കുന്നത്. ഓക്കെ, ആൻഡ് നമുക്കറിയാം സെഡൻ എന്ന് പറഞ്ഞാൽ എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് ഫ്രം 0, 1, 2, 3 എക്സെട്ര അപ് ടു n-1 അല്ലേ. 0 മുതൽ n-1 വരെയുള്ള നമ്പേഴ്സിൻ്റെ ഒരു കളക്ഷനാണ് സെഡൻ എന്ന് പറഞ്ഞാൽ. ഓക്കെ, അത് നമുക്കറിയാവുന്ന കാര്യമാണ്. ആൻഡ് ഇവിടെ ഈ സെഡനിലെ എലമെൻറ്റ്സിനെ ഞാൻ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്നാമത്തെ കാറ്റഗറിയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് 0 എലമെൻറ്റിനെയാണ്. ഓക്കെ, ആൻഡ് രണ്ടാമത്തെ കാറ്റഗറിയിൽ ദ എലമെൻറ്റ്സ് വിച്ച് ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു n. ഓക്കെ, അത് എന്നിനോട് സെഡനിലെ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പേഴ്സിനെ മറ്റൊരു കാറ്റഗറിയും എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കുന്ന നമ്പേഴ്സിനെ ഞാൻ മറ്റൊരു കാറ്റഗറി ആയിട്ട്, അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇതിൽ B1, B2 എക്സെട്ര BK എന്ന് പറഞ്ഞാൽ വിച്ച് ആർ ദോസ് നമ്പേഴ്സ് വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു n. ഓക്കെ, അതായത് എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കുന്ന നമ്പേഴ്സിനെ ഡിനോട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് B1, B2 എക്സെട്ര BK യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നിനോട് PIസുകൾ റിലേറ്റീവ്ലി പ്രൈം ആണ് എന്നതിനർത്ഥം ഏതെങ്കിലും ഒരു PIസും എന്നും തമ്മിലുള്ള കോമൺ ഫാക്ടർ എടുത്ത് നോക്കിയാൽ നമുക്ക് 1 മാത്രമേ കാണാൻ പറ്റുള്ളൂ. അതായത് ഈ 2 നമ്പേഴ്സ് തമ്മിലുള്ള കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അങ്ങനെയുള്ള നമ്പേഴ്സാണ് നമ്മൾ റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയുള്ളൂ. ഓക്കെ, ആൻഡ് I denote the elements which are not relatively prime to n by A1, A2 etc. AK. എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പേഴ്സിന് നമ്മൾ A1, A2 etc. AK കൊണ്ടാണ് ഡിനോട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ എന്നോട് റിലേറ്റീവ്ലി പ്രൈം അല്ല എന്നതിനർത്ഥം ആ നമ്പറും AIയും എന്നും തമ്മിലുള്ള ഏത് കോമൺ ഫാക്ടർ നമ്മൾ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് 1 അല്ലാതെ മറ്റൊരു നമ്പർ കിട്ടും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആ എന്നും AIസും റിലേറ്റീവ്ലി പ്രൈം അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അങ്ങനെ ഈ സെഡനിലെ നമ്പേഴ്സിനെ ഞാനിങ്ങനെ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഇതിൽ ദ നമ്പേഴ്സ് വിച്ച് ആർ റിലേറ്റീവ്ലി പ്രൈം ടു n, എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയിരിക്കുന്ന നമ്പേഴ്സിനെ നമ്മൾ ഈ സെഡനിലെ യൂണിറ്റ്സ് എന്നും എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത സെഡനിലെ നമ്പേഴ്സിനെ നമ്മൾ 0 ഡിവൈസേഴ്സ് ഇൻ സെഡൻ എന്നാണ് പറയുക. ഓക്കെ, അപ്പോൾ സെഡനിൻ്റെ 0 ഡിവൈസേഴ്സ് എന്ന് പറഞ്ഞാൽ എന്നോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പേഴ്സും സെഡനിലെ യൂണിറ്റ്സ് എന്ന് പറഞ്ഞാൽ എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം ആയ നമ്പേഴ്സും ആയിരിക്കും. ഓക്കെ, ഇനി സെഡൻ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആവണമെങ്കിൽ ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ ഫീൽഡ് ഇറ്റ് മസ്റ്റ് സാറ്റിസ്ഫൈ എവരി നോട്ട് സീറോ എലമെൻറ്റ് ഓഫ് സെഡൻ മസ്റ്റ് ബി യൂണിറ്റ് അല്ലേ. അപ്പോൾ സെഡൻ എന്ന് പറയുന്ന ഒരു ഫീൽഡ് ആവണമെങ്കിൽ ഈ സെഡനിലെ ഏതൊരു നോട്ട് സീറോ എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും ആ നോട്ട് സീറോ എലമെൻറ്റ് എന്ന് പറയുന്ന ഒരു യൂണിറ്റ് ആയിരിക്കണം. പക്ഷേ ഇവിടെ സെഡനകത്ത് നമുക്കൊരു 0 എലമെൻറ്റ് ഉണ്ട്, കൂടാതെ 0 ഡിവൈസേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ യൂണിറ്റ്സും ഉണ്ട്. ആൻഡ് ഈ 0 ഡിവൈസേഴ്സിന് ഒരിക്കലും യൂണിറ്റ്സ് ആവാൻ പറ്റില്ല. ഓക്കെ, അതായത് ഏതൊരു നോട്ട് സീറോ എലമെൻറ്റ് എടുക്കുകയാണെങ്കിലും ആ നോട്ട് സീറോ എലമെൻറ്റ് ഒന്നെങ്കിൽ 0 ഡിവൈസർ ആവാം, യൂണിറ്റ്സ് ആവാം. എല്ലാ നോട്ട് സീറോ എലമെൻറ്റ്സും യൂണിറ്റ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഓക്കെ, അതുകൊണ്ട് ഇൻ ജനറലി സെഡൻ എന്ന് പറയുന്നത് ഒരു ഫീൽഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാനിവിടെ 2 എക്സാമ്പിൾ എടുത്തിട്ടുണ്ട്. സെറ്റ് 6ഉം സെറ്റ് 5ഉം അതിൻ്റെ സ്ട്രക്ചറും കൂടി നമുക്ക് നോക്കിയിട്ട് നമുക്കൊരു മറ്റൊരു റിസൾട്ട് ഇവിടുന്ന് കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഫസ്റ്റ് നമുക്ക് ഗ്രൂപ്പ് സെറ്റ് 6 നോക്കാം. ആൻഡ് we know that set 6 equal to 0, 1, 2, 3, 4, 5. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതിനെയും ഞാൻ 3 കാറ്റഗറി ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഒന്നാമത്തെ കാറ്റഗറിയിൽ 0 എലമെൻറ്റ്, രണ്ടാമത്തെ കാറ്റഗറിയിൽ 0 ഡിവൈസേഴ്സ്. അത് 0 ഡിവൈസേഴ്സ് മീൻസ് ദ എലമെൻറ്റ്സ് വിച്ച് ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു n.
ഇപ്പോൾ 6നോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പേഴ്സാണ് 2, 3, 4 അല്ലേ. ഈ 2, 3, 4 2, 6 എടുത്താൽ നമുക്ക് കോമൺ ആയിട്ട് 2 ഉണ്ട്. ആൻഡ് 3യും 6ഉം എടുക്കുകയാണെങ്കിലും കോമൺ ആയി 3 ഉണ്ട്. 4ഉം 6ഉം എടുക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് നമുക്ക് 2 ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ 2, 3, 4 എന്ന് പറയുന്നത് 6നോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പേഴ്സാണ്. അതുകൊണ്ട് തന്നെ 2, 3, 4 എന്ന് പറയുന്നത് ഈ സെറ്റ് 6ൽ 0 ഡിവൈസസ് ആയിരിക്കും. പക്ഷേ ഇതിൽ 1ഉം 5ഉം സെറ്റ് 6ലെ 1ഉം 5ഉം എടുക്കുകയാണെങ്കിൽ ഈ 1ഉം 5ഉം 6നോട് റിലേറ്റീവ്ലി പ്രൈം ആയ നമ്പേഴ്സാണ്. കാരണം 6ലെയും 1ലെയും കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ 5ലെയും 6ലെയും കോമൺ ഫാക്ടറായിട്ട് 1 മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഈ 1ഉം 5ഉം 6നോട് റിലേറ്റീവ്ലി പ്രൈമാണ്. ആൻഡ് ആ നമ്പേഴ്സാണ് ഈ സെറ്റ് 6ൻ്റെ യൂണിറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ സെറ്റ് 6ൻ്റെ യൂണിറ്റ്സ് ആയിട്ട് നമുക്ക് 1ഉം 5ഉം മാത്രമാണ് കിട്ടിയേക്കുന്നത് അല്ലേ. അപ്പോൾ 2, 3, 4ഒക്കെ 0 ഡിവൈസാണ്. അത് 0 ഡിവൈസസ് ആണ്. അതുകൊണ്ട് തന്നെ ഈ 2നും 3ക്കും 4നും യൂണിറ്റ്സ് ആവാൻ പറ്റില്ല അല്ലേ. ഇതൊരു ഫീൽഡ് ആവണമെങ്കിൽ അതിലെല്ലാ നോൺ സീറോ എലമെൻറ്റ്സും യൂണിറ്റ്സ് ആവണമായിരുന്നു. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും, സെറ്റ് 6 എന്ന് പറയുന്നത് ഒരു ഫീൽഡ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. പക്ഷേ ഞാൻ സെറ്റ് 5 കൺസിഡർ ചെയ്യാണ്. ഓക്കെ, ആൻഡ് വി നോ ദാറ്റ് സെറ്റ് 5, വാട്ട് ഈസ് അവർ സെറ്റ് 5? സെറ്റ് 5 ഈക്വൽ ടു ദ സെറ്റ് 0, 1, 2, 3, 4 അല്ലേ. അങ്ങനെയാണെങ്കിൽ ആദ്യം ഞാൻ അതിനെ ഒരു 0 എലമെൻറ്റിനെ ഞാൻ ആദ്യം കാറ്റഗറി ചെയ്ത് മാറ്റി വെച്ചു. രണ്ടാമത്തെ നമ്മൾ കാറ്റഗറി എന്ന് പറയുന്നത് ദ എലമെൻറ്റ്സ് വിച്ച് ആർ നോട്ട് റിലേറ്റീവ്ലി പ്രൈം ടു എൻ. എന്നിനോട് റിലേറ്റീവ്ലി പ്രൈം അല്ലാത്ത നമ്പേഴ്സാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് 0 ഡിവൈസസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷേ ഈ സെറ്റ് 5ലെ എല്ലാ നമ്പേഴ്സ്, എല്ലാ നോൺ സീറോ എലമെൻറ്റ്സ് എടുക്കുകയാണെങ്കിലും നമുക്ക് കാണാൻ പറ്റും ആ എല്ലാ നോൺ സീറോ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് ആ 5നോട് റിലേറ്റീവ്ലി പ്രൈമാണ് അല്ലേ. 1ഉം 5ഉം തമ്മിലുള്ള കോമൺ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 മാത്രമേ കിട്ടുള്ളൂ. 2ഉം 5ഉം തമ്മിലുള്ള കോമൺ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 മാത്രമേ കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. 3യും 5ഉം തമ്മിലുള്ള കോമൺ ഫാക്ടർ എടുക്കുകയാണെങ്കിൽ 1 മാത്രമേ ഉള്ളൂ. സിമിലർലി 4ഉം 5ഉം തമ്മിലുള്ള കോമൺ ഫാക്ടർ എടുക്കുകയാണെങ്കിലും അത് 1 മാത്രമാണ്. ദാറ്റ് മീൻസ് ഓൾ നമ്പേഴ്സ് ഓഫ് സെറ്റ് 5 ആർ റിലേറ്റീവ്ലി പ്രൈം ടു 5 അല്ലേ. സെറ്റ് 5ലെ എല്ലാ നമ്പേഴ്സ് എന്ന് പറയുന്നത് 5നോട് റിലേറ്റീവ്ലി പ്രൈമാണ്. അതുകൊണ്ട് തന്നെ സെറ്റ് 5ലെ എല്ലാ നോൺ സീറോ എലമെൻറ്റ്സ് എന്ന് പറയുന്നത് യൂണിറ്റ്സ് ആണ്. അവിടെ 0 ഡിവൈസസ് ഒന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. സോ ഇതിൽ നിന്ന് നമുക്ക് എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നത്? ഇവിടെ ഇതിൽ നിന്ന് നമുക്ക് എന്ത് പറയാൻ പറ്റും, സെറ്റ് 5 എന്ന് പറയുന്ന ഒരു ഫീൽഡാണെന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. പക്ഷേ ഈ സെറ്റ് 6ഉം ഇൻ ജനറലി സെഡ് എന്നും ഒരു ഫീൽഡാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സോ വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് Zn is a field if and only if n is a prime. Zn ഒരു ഫീൽഡ് ആവും when if n is a prime. ഓക്കെ, നമ്മൾ n ആയിട്ടൊരു പ്രൈം നമ്പറിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ, ഇവിടെ നമ്മുടെ n എന്ന് പറയുന്നത് 5 ആയി എടുത്തു. 5 ഈസ് എ പ്രൈം നമ്പർ. അതുകൊണ്ട് ഈ സെറ്റ് 5 എന്ന് പറയുന്നത് നമുക്കൊരു ഫീൽഡായി കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് Zn ഈസ് എ ഫീൽഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് n ഈസ് എ പ്രൈം. ഓക്കെ, എല്ലാ സെഡിനും ഫീൽഡാണെന്ന് പറയാൻ പറ്റില്ല. ബട്ട് വി ക്യാൻ കൺക്ലൂഡ് ദാറ്റ് സെഡൻ ഈസ് എ ഫീൽഡ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഈസ് എ പ്രൈം. ഓക്കെ, നൗ വി ഹാവ് എ ക്വസ്റ്റ്യൻ. ഫൈൻഡ് മാക്സിമൽ ഐഡിയൽസ് ഓഫ് സെഡ്. അപ്പോൾ സെറ്റ് ഓഫ് ഇൻറ്റിജേഴ്സിൻ്റെ മാക്സിമൽ ഐഡിയൽസ് കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, ആൻഡ് ബിഫോർ സോൾവിങ് ദാറ്റ് ക്വസ്റ്റ്യൻ വി ഹാവ് എ തിയറം. ഇഫ് R ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി, then M is a maximal ideal if and only if the quotient ring R by M is a field. ഇത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പ്രൂഫ് എഴുതി ചെയ്തൊരു തിയറുമാണ് അല്ലേ. R എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ M ആറിൻ്റെ മാക്സിമൽ ഐഡിയൽ ആയിരിക്കും ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ quotient ring R by M is a field. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് സെഡിൻ്റെ മാക്സിമൽ ഐഡിയൽസ് ആണ്. ഓക്കെ, ഇവിടെ നമ്മുടെ R എന്ന് പറയുന്നത്, നമ്മുടെ റിംഗ് എന്ന് പറയുന്നത് സെഡാണ്. ആൻഡ് വി നോ ദാറ്റ് സെഡ് ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി അല്ലേ. സെഡ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. കാരണം മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് സെഡിനകത്ത് കമ്മ്യൂട്ടേറ്റീവ് ആണ്. അതുകൊണ്ട് തന്നെ സെഡ് എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണ്. കൂടാതെ സെഡിനകത്ത് ഒരു മൾട്ടിപ്ലിക്കേറ്റീവ് ഐഡൻറ്റിറ്റി 1 എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സെഡ് എന്ന് പറയുന്നത് ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. ഓക്കെ, ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട ഒരു പോയിൻറ്റ്, ഐഡിയൽസ് ഓഫ് സെഡ് ഈക്വൽ ടു സബ് ഗ്രൂപ്പ്സ് ഓഫ് സെഡ് ഈക്വൽ ടു സബ് റിംഗ് ഓഫ് സെഡ്. ഇപ്പോൾ ഇൻറ്റിജേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇൻറ്റിജേഴ്സിൻ്റെ എല്ലാ ഐഡിയൽസും ഇൻറ്റിജേഴ്സിൻ്റെ എല്ലാ സബ് ഗ്രൂപ്പ്സും
ഇൻറ്റിജേഴ്സിൻ്റെ എല്ലാ സബ് റിങ്സും ഈക്വൽ ആയിരിക്കും. ആൻഡ് ദേ ആർ ഓഫ് ദ ഫോം എൻ സെറ്റ്. ഓക്കെ, വെർ എൻ ബിലോങ്സ് ടു ദ സെറ്റ് ഓഫ് ഫുൾ നാച്ചുറൽ നമ്പേഴ്സ്. ഇൻറ്റിജേഴ്സ് എടുക്കുകയാണെങ്കിൽ ഇൻറ്റിജേഴ്സിൻ്റെ എല്ലാ ഐഡിയൽസും സബ് ഗ്രൂപ്പ്സും സബ് റിങ്സും ഈക്വൽ ആയിരിക്കും. ആൻഡ് അതിൻ്റെ ഫോം എന്ന് പറയുന്നത് എൻ സെറ്റ് ആയിരിക്കും. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് മാത്രം കൺസിഡർ ചെയ്തു. അങ്ങനെ 1 2 3 4 5 എക്സെട്ര അങ്ങനെ പോയി. ആൻഡ് ഇഫ് ഐ ചൂസ് n ഈക്വൽ ടു 2, ദെൻ വാട്ട് ഈസ് n സെറ്റ്? n സെറ്റ് ഈക്വൽ ടു 2 സെറ്റ്. 2 സെറ്റ് ഈക്വൽ ടു 2 4 6 8 അങ്ങനെ പോയി. അതെന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു സബ് റിംഗ് ആണ്, അതുപോലെ തന്നെ സബ് ഗ്രൂപ്പാണ്, അതുപോലെ തന്നെ സെഡിൻ്റെ ഒരു ഐഡിയലുമാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൻ്റെ ഐഡിയൽസിൻ്റെ ഫോം എന്ന് പറയുന്നത് സം എൻ സെറ്റ് ആയിരിക്കും. അതുപോലെ ഇൻറ്റിജേഴ്സിൻ്റെ എന്ന് പറയുന്നത് സബ് ഗ്രൂപ്പിൻ്റെ ഫോമും എൻ സെറ്റ് ആയിരിക്കും, സബ് റിങ്ങിൻ്റെ ഫോമും എൻ സെറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ തീരത്തിനകത്ത് ക്യാപിറ്റൽ എം എന്ന് പറഞ്ഞാൽ ആ റിങ്ങിൻ്റെ ഒരു ഐഡിയലായിരുന്നു. ഇവിടെ നമ്മുടെ റിങ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സ് ആണ്. ആൻഡ് ഈ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൻ്റെ ഐഡിയൽസിൻ്റെ ഫോം എന്ന് പറയുന്നത് എൻ സെറ്റ് ആണ്. സോ അവർ ക്യാപിറ്റൽ എം ഈക്വൽ ടു എൻ സെറ്റ്. നൗ വി കൺസിഡർ ദ ക്വോഷ്യന്റ് റിംഗ് set by n set. Okay, if this set by n set is a field, then we can conclude that this n set is a maximal ideal. അല്ലേ? ഈ തിയറം അനുസരിച്ച് നമുക്ക് എന്ത് പറയാൻ പറ്റും? തിയറത്തിൽ പറയുന്നത് ഇഫ് ആർ ബൈ എം എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആണെങ്കിൽ ആ എം എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയൽ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സിമിലർലി ഇഫ് ദിസ് സെറ്റ് ബൈ എൻ സെറ്റ് എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആണെങ്കിൽ നമുക്ക് എൻ സെറ്റ് ഒരു മാക്സിമൽ ഐഡിയൽ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ, പക്ഷെ നമുക്കറിയാം സെറ്റ് ബൈ എൻ സെറ്റ് ഈസ് ഐസോമോർഫിക് ടു സെഡ് എൻ. അല്ലേ? സെറ്റ് ബൈ എൻ സെറ്റ് ഈസ് ഐസോമോർഫിക് ടു സെഡ് എൻ ആണെന്ന് നമുക്കറിയാം. പക്ഷേ സെഡ് എൻ ഈസ് നോട്ട് എ ഫീൽഡ്. അല്ലേ? സെഡ് എൻ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് അല്ല എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. തൊട്ട് മുന്നേ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുണ്ട് എല്ലാ സെഡ് എന്നുകളും ഫീൽഡ് അല്ല. ദാറ്റ് മീൻസ് എല്ലാ സെഡ് ബൈ എൻ സെറ്റുകളും ഫീൽഡ് അല്ല. ആൻഡ് വി നോ ദാറ്റ് സെഡ് എൻ ഈസ് ഫീൽഡ് ഓൺലി വെൻ എൻ ഈക്വൽ ടു പി. എൻ പി ആവുന്ന എന്നൊരു പ്രൈം നമ്പർ ആകുമ്പോൾ മാത്രമേ സെഡ് എൻ എന്ന് പറയുന്നത് ഒരു ഫീൽഡ് ആവുള്ളൂ. സോ ഐ റീപ്ലേസ് ദിസ് എൻ ബൈ എ പ്രൈം പി. ഓക്കെ, ദെൻ വി ഹാവ് സെഡ് പി ഈസ് ഐസോമോർഫിക് ടു സെഡ് ബൈ പി സെറ്റ്. ഓക്കെ, അതായത് നമുക്കറിയാം സെഡ് ബൈ എൻ സെറ്റ് എന്ന് പറയുന്നത് സെഡ് എന്നിനോട് ഐസോമോർഫിക് ആണ്. പക്ഷേ സെഡ് എൻ എന്ന് പറയുന്നത് എല്ലാ എന്നുകൾക്കും അതൊരു ഫീൽഡല്ല. ഓക്കെ, അതുകൊണ്ട് സെഡ് എൻ ഫീൽഡ് ആവുന്നത് എൻ ഈക്വൽ ടു പ്രൈം ആകുമ്പോഴാണ്. സോ ഐ റീപ്ലേസ് ദാറ്റ് എൻ ബൈ പി. സോ വി ഗെറ്റ് സെഡ് പി ഈസ് ഐസോമോർഫിക് ടു സെഡ് ബൈ പി സെറ്റ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സെഡ് പി എന്ന് പറയുന്ന ഒരു ഫീൽഡാണെന്ന് നമുക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ സെഡ് പി ഫീൽഡ് ആണെങ്കിൽ since set P is isomorphic to set by P set, we can say that this set by P set is again a field. അല്ലേ? സെറ്റ് പി ഫീൽഡാണ്. ആൻഡ് സെറ്റ് പി എന്ന് പറയുന്നത് സെറ്റ് ബൈ പി സെറ്റിനോട് ഐസോമോർഫിക് ആയതുകൊണ്ട് ഈ സെറ്റ് ബൈ പി സെറ്റ് എന്ന് പറയുന്നത് ഫീൽഡാണെന്ന് പറയാൻ പറ്റും. ദെൻ ബൈ ദിസ് തിയറം ആർ ബൈ എം എന്ന് പറയുന്നൊരു ഫീൽഡാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എം ഈസ് എ മാക്സിമൽ ഐഡിയൽ. ബൈ യൂസിങ് ദാറ്റ് തിയറം, സിൻസ് സെറ്റ് ബൈ പി സെറ്റ് ഈസ് എ ഫീൽഡ്, we can conclude that P set is a maximal ideal. Therefore, maximal ideal of set are P set where P is prime. Okay, അപ്പോൾ സെറ്റ് ഓഫ് ഓൾ ഇൻറ്റിജേഴ്സിൻ്റെ മാക്സിമൽ ഐഡിയൽസ് എന്ന് പറയുന്നത് P set ആയിരിക്കും, where P is the prime. Okay. Next we have a corollary 27.11. Statement നോക്കാം. A commutative ring with a unity is a field if and only if it has no proper non-trivial ideals. ഓക്കെ, അതായത് നമുക്കൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഒരു ഫീൽഡ് ആവണമെങ്കിൽ ആ റിംഗ് ആറിൻ്റെ ഐഡിയൽസ് എന്ന് പറയുന്നത് ട്രിവിയൽ ഐഡിയൽ 0യും കംപ്ലീറ്റ് റിംഗ് 6ഉം മാത്രമായിരിക്കണം. ഇനി തിരിച്ച് നമുക്കൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ഉണ്ട്. ആ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയുടെ ഐഡിയൽസ് ട്രിവിയൽ ഐഡിയലും കംപ്ലീറ്റ് റിംഗ് 6ഉം മാത്രമാണെങ്കിൽ ആ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി എന്ന് പറയുന്നത് ഒരു ഫീൽഡായിരിക്കും. ഇതാണ് ഈ കൊറോളറി പറയുന്നത്. ഓക്കെ, സോ നമുക്ക് പ്രൂഫ് നോക്കാം. വി നോ ദാറ്റ് എ ഫീൽഡ് ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്.
ഓക്കെ, അതായത് നമ്മുടെ ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ്, ഏതൊരു ഫീൽഡ് എടുക്കുകയാണെങ്കിലും ആ ഫീൽഡ് എഫിന് ഐഡിയൽസ് ആയിട്ട് ട്രിവിയൽ ഐഡിയലും ആൻഡ് ആ കംപ്ലീറ്റ് ഫീൽഡ് എഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. മറ്റൊരു ഐഡിയൽസും ഒരു ഫീൽഡിലും എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ രണ്ട് ഐഡിയൽസ് മാത്രമേ ഏതൊരു ഫീൽഡിലും എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. സോ ഫ്രം ദാറ്റ് ഇറ്റ് ഈസ് ക്ലിയർ ദാറ്റ് എ ഫീൽഡ് ഹാസ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ്. ഈ പാർട്ട് നമ്മൾ പ്രൂവ് ചെയ്ത കാര്യമാണ്. So now we need to prove the converse part, that is, let capital R be a commutative ring with unity and having no proper non-trivial ideals, then our claim is to prove R is a field. Okay, R ഒരു commutative ring with unity ആണെന്ന് എടുത്തു. കൂടാതെ ഈ ആറിൻ്റെ ഐഡിയൽസ് എന്ന് പറയുന്നത് ട്രിവിയൽ ഐഡിയൽ 0യും കൂടാതെ ഈ കംപ്ലീറ്റ് റിങ് 6 മാത്രമാണെന്ന് നമ്മൾ സപ്പോസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആർ ഒരു ഫീൽഡാണെന്നാണ് പ്രൂവ് ചെയ്തത്. ഓക്കെ, ആർ ഈസ് എ റിംഗ് ഹാവിങ് നോ പ്രോപ്പർ നോൺ ട്രിവിയൽ ഐഡിയൽസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ആകെ രണ്ട് ഐഡിയൽസ് മാത്രമേ അവിടെ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഒന്ന് ട്രിവിയൽ ഐഡിയലും രണ്ടാമത് ആ കംപ്ലീറ്റ് റിംഗ് ആറും. ഓക്കെ, അല്ലാതെ ഒരു ഐഡിയൽസും എക്സിസ്റ്റ് ചെയ്യില്ല, അല്ലേ? സോ നമുക്കിപ്പോൾ പ്രൂവ് ചെയ്യേണ്ടത് ആറൊരു ഫീൽഡാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി അപ്പോൾ നമ്മുടെ അസംഷൻ പ്രകാരം ഈ ആറിന് ആകെ രണ്ട് ഐഡിയൽസ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഒന്ന് ട്രിവിയൽ ഐഡിയൽ 0യും രണ്ടാമത്തത് ഇംപ്രോപ്പർ ഐഡിയൽ ആ കംപ്ലീറ്റ് റിംഗ് 6ഉം. ഓക്കെ, ഇതിൽ കംപ്ലീറ്റ് റിംഗ് 6ന് ഒരിക്കലും ഒരു മാക്സിമൽ ഐഡിയൽ ആവാൻ കഴിയില്ല, അല്ലേ? കാരണം ബൈ ദ ഡെഫിനിഷൻ ഓഫ് എ മാക്സിമൽ ഐഡിയൽ ഡെഫിനിഷൻ പ്രകാരം ഒരു ഐഡിയൽ ഐ ഒരു റിംഗ് 6ൻ്റെ മാക്സിമൽ ഐഡിയൽ ആവണമെങ്കിൽ ദ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് ഐ നോട്ട് ഈക്വൽ ടു 6 ആയിരിക്കണം, അല്ലേ? നമ്മളിത് മാക്സിമൽ ഐഡിയൽ ഡിഫൈൻ എടുത്ത് പറഞ്ഞതാണ്. എ ഐഡിയൽ ഐ ഈസ് സെറ്റ് ടു ബി എ മാക്സിമൽ ഐഡിയൽ ഓഫ് ആർ. ദ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഐ നോട്ട് ഈക്വൽ ടു 6 ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഒരു കംപ്ലീറ്റ് റിങ്ങിന് ഒരിക്കലും ഒരു മാക്സിമൽ ഐഡിയൽ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ ആർ ആവാൻ പറ്റില്ല. ദെർഫോർ ഇവിടെ 6 എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയൽ അല്ല. പിന്നെ ആകെ എവിടെ ഉള്ളത് 0 ഐഡിയൽ മാത്രമാണ്. അപ്പോൾ 0 ഐഡിയൽ ഒരു മാക്സിമൽ ഐഡിയലാണോ അല്ലയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം 0 ഐഡിയൽ ഒരു മാക്സിമൽ ഐഡിയലാണെങ്കിൽ ഈ 0 ഐഡിയലിനെ കണ്ടെയ്ൻ ചെയ്തുകൊണ്ട് മറ്റൊരു ഐഡിയലും ആറിനകത്ത് ഉണ്ടാവരുത്. ഓക്കെ, പക്ഷേ ഈ ആറിനകത്ത് ആകെ രണ്ട് ഐഡിയൽസേ ഉള്ളൂ. ഒരു ഐഡിയൽ എന്ന് പറയുന്നത് കംപ്ലീറ്റ് റിംഗ് 6ആണ്, രണ്ടാമത്തത് എന്ന് പറയുന്നത് 0 ഐഡിയലാണ്. വേറൊരു ഐഡിയലും ഇവിടെ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ 0 എന്ന് പറയുന്നത് ഈ ട്രിവിയൽ ഐഡിയൽ എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയലാണെന്ന് പറയാൻ പറ്റും. ഓക്കെ, നൗ വി ഹാവ് എ തിയറം, അല്ലേ? നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു തിയറം ഡിസ്കസ് ചെയ്തു. ഇഫ് ആർ ഈസ് എ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ദെൻ എം ഈസ് എ മാക്സിമൽ ഐഡിയൽ ഇഫ് ആൻഡ് ഓൺലി ഇഫ് ദ കോഷ്യന്റ് റിംഗ് ആർ ബൈ എം ഈസ് എ ഫീൽഡ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ 6 കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. കൂടാതെ ഐഡിയൽ 0 എന്ന് പറയുന്നത് ഒരു മാക്സിമൽ ഐഡിയലാണ്. ദെൻ ബൈ ദിസ് തിയറം വി ക്യാൻ സേ ദാറ്റ് ദ കോഷ്യന്റ് റിംഗ് ആർ ബൈ 0 ഐഡിയൽ ഈസ് എ ഫീൽഡ്. എന്തുകൊണ്ടാണ് ഫീൽഡ് എന്ന് പറയാൻ പറ്റുന്നത്? കാരണം 0 ഐഡിയൽ എന്ന് പറയുന്നത് മാക്സിമൽ ഐഡിയലാണ്, 6 എന്ന് പറയുന്നത് കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റിയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ കോഷ്യന്റ് റിംഗ് എടുക്കുകയാണെങ്കിൽ ആർ ബൈ ഐഡിയൽ 0 എന്ന് പറയുന്നത് ഒരു ഫീൽഡായിരിക്കും. ആൻഡ് വി നോ ദാറ്റ് R by ideal 0 is isomorphic to R ആണ്. ഓക്കെ, ആൻഡ് R by 0 ideal is a field implies R is a field. ഓക്കെ, R എന്ന് പറയുന്നത് ഒരു ഫീൽഡാണ് നമുക്ക് കിട്ടി. ഓക്കെ, താങ്ക് യു.